എല്ലാവർക്കും നമസ്കാരം. ഷീല സണ്ണി, അത് ആ ഒരു പേര് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കുമൊക്കെ അറിയാം, യൂട്യൂബൊക്കെ നോക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു 4-5 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയത്താണ് ഒരു ബ്യൂട്ടി പാർലർ ഉടമയായൊരു വീട്ടമ്മയാണ് അവർ. ശരിക്കും അവരൊരു വീട്ടമ്മ. അവരെ കഞ്ചാവ് കേസിൽ, കഞ്ചാവല്ല, സ്റ്റാമ്പ് 12 സ്റ്റാമ്പ് എങ്ങാണ്ടാണ് അവർ ബാഗിലും സ്കൂട്ടറിലുമായിട്ട് വെച്ചിരുന്നത്. അതിന് വന്ന് പോലീസ് പിടിച്ചുകൊണ്ട്, എക്സൈസും പോലീസും എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് സിനിമ സ്റ്റൈലിൽ വന്ന് ഒരു വാക്ക് പോലും അവർ പറയുന്ന കേൾക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല. ആ കാലത്ത് വന്ന ന്യൂസുകളിൽ ഷീല സണ്ണി തീർച്ചയായിട്ടും അത് അവർ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, മയക്കുമരുന്നിൻ്റെ കച്ചവടം അവർക്കുണ്ടാവാം എന്നുള്ള രീതിക്കാണ് പൊതുജനങ്ങളെല്ലാവരും സംസാരിച്ചത്. കാരണം അതൊരു ബ്യൂട്ടി പാർലറാണ്. അപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ ഇതേപോലെ പല സംഭവങ്ങൾ അതിന് മുന്നേയൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കാം. ഐസ്ക്രീമിലൊക്കെ ഇട്ട് കൊടുത്ത് ഓരോരുത്തരെയൊക്കെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയ കഥകളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ പല കേസ് ഇട്ട് നടക്കുന്നതുകൊണ്ട് ഇതും അങ്ങനെയായിരുന്നു തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചത്. പക്ഷേ ഇവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഭർത്താവിനെ സഹായിക്കാനും മക്കളെ വളർത്താനും എല്ലാമായിട്ട് അവർ വളരെ വിഷമിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. ആ ബ്യൂട്ടി പാർലറാണ് നശിപ്പിച്ചങ്ങ് കൊടുത്തു. 72 ദിവസം അവർ ജയിലിൽ പോയി കിടന്നു. ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ പിറ്റേ ദിവസം കിടക്കുന്ന ജയിലിൻ്റെ അകത്താണ്. അതെങ്ങനെ അവർ ആ ജയിലിലേക്ക് പന്തെടുത്ത് എറിയുന്ന മാതിരി അവർ ചെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ, അവരുടെ മകൻ 1 വർഷം മുന്നേ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന മരുമോളായ സ്ത്രീയുടെ ഒരു പ്രതികാര ബുദ്ധി, ഒരു രസം, അവളുടെ ഒരു രസം അതുമാത്രം. എന്നാലോ അമ്മായിമ്മ മരുമോൾ പോരോ ഒന്നുമില്ല. കാരണം ഈ സ്ത്രീ പോരെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പുറമെ അവൾ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു വലിയ പിശാചാണ് കുടികൊള്ളുന്നത്. ഈ ഷീല സണ്ണി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഈ ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് അവർക്ക് അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വീട് വെച്ചതിൻ്റെയൊക്കെ കടവും എല്ലാം ആയതുകൊണ്ട് അവർ ഇറ്റലിക്ക് എങ്ങാണ്ട് പോകാനുള്ള എല്ലാ യാത്രാ സൗകര്യം ഒത്തു വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇവർ ഇറ്റലിക്ക് പോകാതിരിക്കാനുള്ള വെറുതെ മരുമോടെ വീട്ടുകാരുടെയും അസൂയയ്ക്ക് പാത്രീഭവിച്ച് അവരുടെ മരുമോടെ സഹോദരി ബാംഗ്ലൂരുള്ള അവൾക്ക് അവിടെ നിന്ന് മയക്കുമരുന്ന് കിട്ടാൻ എളുപ്പമാണ്. നാരായണദാസ് അവളുടെ ഫ്രണ്ടാണ്. അങ്ങനെ മയക്കുമരുന്ന് ഇവരുടെ കൊടുക്കുന്നു. ഇവൾ തലോസം വന്ന് വീട്ടിൽ, ഷീല സണ്ണിയുടെ വീട്ടിൽ, അതായത് അവിടെ ചേച്ചി അനിയത്തി ആയിരിക്കും, സഹോദരി എന്നാണ് പറഞ്ഞത്, ഇവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ മരുമോളുടെ അനിയത്തിയോ ചേച്ചിയോ വീട്ടിൽ വന്നാൽ കിടക്കരുതെന്ന് പറയാൻ പറ്റില്ല. അന്ന് അവൾ അവിടെ സ്റ്റേ ചെയ്യുന്നു. ഷീല സണ്ണിയോട് വളരെ സ്നേഹമായിട്ട് ഇടപെടുന്നു. അതിന് ശേഷം ഷീല സണ്ണിയുടെ സ്കൂട്ടർ എടുത്ത് ഇവർ രണ്ടുപേരോടെ പുറത്ത് പോകുന്നു, തിരിച്ചു കൊണ്ടുവെക്കുന്നു. പിറ്റേ ദിവസം പുള്ളിക്കാരത്തി ബ്യൂട്ടി പാർലറിൽ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വൈകുന്നേരം ആയെന്ന് തോന്നുന്നു, വന്നപ്പോഴത്തേന് പോലീസ് വരുന്നു. കയ്യോടെ 12 സ്റ്റാമ്പ് ബാഗിനുള്ളിൽ നിന്ന് സ്കൂട്ടറിനുള്ളിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ജയിലിൻ്റെ അകത്താക്കുന്നു. ഇത് അനുഭവകഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് കണ്ടിരുന്നു ഞാൻ. അതായത് ഇവരൊരു ഉരുക്കിലേടിയാന്ന് പറയാം. അന്ന് തൊട്ട് ഇവർ യുദ്ധം ചെയ്തതായിരുന്നു. ഇപ്പോഴും അവർക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ നാരായണദാസാണ് ഇത് കൊടുത്തതും സഹോദരി മൂലമാണ്. പക്ഷേ ഇവരിത് എന്തിനു ചെയ്തു, എന്തിനാണ് ഈ പ്രതികാരം? പക്ഷേ ഇത് കേട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. വെറും അമ്മായിയമ്മയോടോ അല്ലെ ആ തോന്നിയ ഒരു തരം പോര്, അല്ലെ ഒരു കുശുമ്പ്, അല്ലെ ഒരു അസൂയ. അല്ലാതെ മരുമകളുടെ ഏക്കർ കണക്കിനുള്ള വസ്തുവോ അല്ലെ മരുമകളുടെ ലക്ഷങ്ങളോ സണ്ണി ഇവർ പറ്റിച്ചെടുത്തിട്ടില്ലല്ലോ, ഷീല സണ്ണി പറ്റിച്ചെടുത്തിട്ടില്ലല്ലോ. പിന്നെ മരുമോക്ക് എന്തിൻ്റെ സൂക്കേടായിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രതികാര നടപടി ചെയ്തത്? അമ്മായിയമ്മയോടുള്ള കുശുമ്പ്, നല്ല തള്ളയ്ക്കും തന്തയ്ക്കും ജനിക്കാതെ പോയതിൻ്റെ പ്രശ്നമാണ് അവൾക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നാരായണദാസിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഇന്ന് കൊട്ടിക്കൊഴിച്ച് വാർത്തയാണ്. അയാൾ വെറും ഒരു എന്താണ് അയാൾ വാഹകൻ എന്ന് പറയുന്ന പോലെ, കാരിയർ എന്ന് പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ അയാളോട് ഇവളുടെ ചേച്ചി ഇവിടെ സഹോദരി ചോദിച്ചു, അയാൾ അത് എത്തിച്ചു കൊടുത്തു. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ശരിക്കും ഇതിൻ്റെ അകത്ത് സഹോദരിയെ പോലും മാറ്റി നിർത്തണം. ആരെയാണ് ശിക്ഷിക്കേണ്ടത്? മരുമോളെയും മകനെയും, സ്വന്തം മകനെയും മരുമോളെയും വേണം ശിക്ഷിക്കാൻ. കാരണം സ്വന്തം അമ്മയെ ജയിലിലാക്കിയിട്ടും ആ ഭാര്യയ്ക്കൊപ്പം, അവൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് അവൻ നിൽക്കുന്നത്, അല്ലാതെ സ്വന്തം അമ്മയ്ക്കൊപ്പം അല്ല അവൻ നിൽക്കുന്നത്. അപ്പോൾ ആ മകനെയും ആ മരുമോളെ വേണം ഈ ഷീല സണ്ണി കിടന്ന പോലെ 72 ദിവസം അല്ലെ അതിൽ കൂടുതൽ. ഇനി ഇവൻ എത്ര ശിക്ഷ കിട്ടുമെന്ന് നമുക്കറിയാം, കിടക്കണ്ട. അല്ല, നാരായണദാസിനുള്ള കുറ്റം വേറെ, പക്ഷേ ഇത് ചെയ്യിച്ചാരാണ്? ചെയ്യിച്ചോരെയല്ലേ ശിക്ഷിക്കേണ്ടത്? അപ്പോൾ ഇന്ന് വന്ന വാർത്തയിലേക്ക് പോവാം. ഷീല സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിൽ നിർണായകമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്.
പ്രത്യേക അന്വേഷണ സംഘം ഷീല സണ്ണിയെ ഇങ്ങനെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ നാരായണദാസിനെ ബാംഗ്ലൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. ആരാണ് ഇതിന് പിന്നിൽ സൂത്രധാരൻ? ഇങ്ങനെയൊരു കള്ളക്കേസിൽ കുടുക്കിയത് ആരാണ് ഈ നാരായണദാസ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ എങ്ങനെയാണ് ഇതിൻ്റെ മോട്ടീവ് എന്നത് സംബന്ധിച്ച് കൂടുതൽ അടുത്തേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നാരായണദാസിൻ്റെ അറസ്റ്റ് എങ്ങനെയായിരിക്കും, ഇനി നമുക്ക് അറിയേണ്ടത് ഈ കേസിൽ? നാരായണദാസിന് പറയുന്ന വ്യക്തി എനിക്കറിയില്ല. ഞാൻ ആദ്യം തുടങ്ങി പറയുന്നതാണ്. ഈ ന്യൂസ് ചാനലിൽ വരുമ്പോഴാണ് എനിക്ക് നാരായണദാസിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് അറിയണത്. അപ്പോൾ ഈ അറിയാതെ ഒരു വ്യക്തി എന്നെ ചതിക്കാനുള്ള ഒരു കാരണമില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇപ്പോൾ നാരായണദാസിനെ പിടിച്ച് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ട്. ആളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആൾ പറയണം ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്, എന്തിനു വേണ്ടിയാണ്, അത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരു കാര്യം അറിയുന്നില്ല, എന്തിനു വേണ്ടിയാണ് ഇതവർ ചെയ്തത്. ഇപ്പോൾ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് നാരായണദാസ്. അപ്പോൾ സഹോദരിയും പോലീസ് വിളിപ്പിക്കാൻ ചോദ്യം ചെയ്യാൻ പലതവണ വിളിച്ച് വന്നില്ല, വിദേശത്താണെന്ന് പറയുന്നു. അപ്പോൾ സഹോദരിക്ക് ഇപ്പോൾ ഷീല സണ്ണി എന്ന വ്യക്തിയോടുള്ള ദേഷ്യം എന്താണ്? അതെനിക്ക് മനസ്സിലാവാത്തതാണ്. സഹോദരിക്ക് എന്നോടുള്ള ദേഷ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. സഹോദരി ചിലപ്പോൾ ചേച്ചിക്ക് വേണ്ടിയായിരിക്കാം ചെയ്തത്, അല്ലാണ്ട് സഹോദരിക്ക് മാത്രം എന്നെ ചതിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ചേച്ചി മരുമോളും പറഞ്ഞെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 3 മാസം 2 മാസം ആവണുള്ളൂ. ഈ ചെറിയ കാലഘട്ടത്തിൽ അവർക്ക് എന്നോട് എന്താ വെറുപ്പ് തോന്നിയാണ് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഈ 1 വർഷത്തിനിടയിൽ മരുമകളുമായി എന്തെങ്കിലും നീരസങ്ങളോ വീട്ടിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയ സാമ്പത്തിക പ്രശ്നം, അതിപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളത്. സാമ്പത്തിക പ്രശ്നം കല്യാണം കഴിയുമ്പോൾ ഉണ്ടായി. അത് നമുക്ക് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത്. അപ്പോൾ മരുമകളുടെ വീട്ടുകാർ സാമ്പത്തികം സഹായിച്ചിട്ടുണ്ടോ മകനെ? ഇല്ല, ഞങ്ങൾ പറഞ്ഞായിരുന്നു, കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 1 വർഷം മുമ്പാണ് മോളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പിന്നെ കൊറോണ. മരുമകളുടെ വീട്ടിലെങ്ങനെ ഫിനാൻഷ്യലി അവർ നല്ല കുറച്ചുകൂടി വെൽ സെറ്റിൽഡ് ആണോ? ഇല്ല, അവർ സാധാരണ കുടുംബം തന്നെയാണ്. അവർക്ക് കാരണവരായിട്ട് കുറച്ച് സ്ഥലം എന്തോ ഉണ്ട്. അല്ലാണ്ട് അപ്പൻ സാധാരണ കൂലി ജോലി ചെയ്യുന്നതാണ്. അമ്മ പഞ്ചായത്തിൽ എന്തോ ഡെയിലി വേജസിന് പോണതാണ്. താങ്കൾ ഈ കേസിൽ കുടുക്കിയ ശേഷം മരുമകളോ മകനോ മരുമകളുടെ സഹോദരിയെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ തലേ ദിവസം മരുമകളുടെ അനിയത്തി വീട്ടിലുണ്ടായി. ഞായറാഴ്ച ഫെബ്രുവരി 27-ാം തീയതിയാണ് എന്നെ അറസ്റ്റ് ചെയ്യണത്. ഫെബ്രുവരി 26-ാം തീയതി തലേ ദിവസം മരുമോളും അനിയത്തിയും വീട്ടിലുണ്ടായി. അന്ന് അവരെ കണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജയിലിൽ പോയി 72 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് വരുന്നത്. അവരുടെ വീട്ടുകാരായിട്ടോ എന്നെ ബന്ധപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല, സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ല സംശയമായിരുന്നു, അവരെ തന്നെയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം മരുമകളുടെ സഹോദരി ഫ്ലാറ്റിലുണ്ടായി. പിന്നെ എൻ്റെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക്, വേറെ ആരും എന്നെ അങ്ങനെ ചതിക്കാനായിട്ടില്ല. മരുമകളുടെ സഹോദരി ഷീല സണ്ണിയോട് എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി, ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിലായിരുന്നു. തലേ ദിവസം കൂടി പറഞ്ഞ മാതിരി നല്ല സന്തോഷത്തോടു കൂടിയാണ് പോയത്. പക്ഷെ അവരിത്ര മനസ്സിൽ വെറുപ്പ് വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോഴും അതാണ്. എന്നെ ആ അറസ്റ്റ് ചെയ്ത സമയത്തും എനിക്ക് അവരോട് സംശയം ഉണ്ടായില്ല. ഇവരുടെ ഈ ശത്രുതയുടെ കാരണമാണ് നമുക്ക് അറിയേണ്ടത്. അതന്നെ, അതെനിക്ക് അറിയണം എന്തിനു വേണ്ടിയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. ഇത്ര വലിയ ക്രൂരത ചെയ്യേണ്ട ഒരു കാര്യം. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ഏകദേശം ഇറ്റലിയിൽ പോകാൻ തയ്യാറായിരുന്നു അല്ലേ? ആ സമയത്ത് എനിക്ക് ഇത് ബാംഗ്ലൂരിൽ ചെന്നൈയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി VFSLലേക്ക് പോകാനായിട്ട്. ഈ അറസ്റ്റ് ചെയ്യണ അതിൻ്റെ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായി എന്നെ പോകാനായിട്ട്. 72 ദിവസം നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നെ 72 ദിവസം എനിക്കിപ്പോഴും ഓർത്തിട്ട് ഞാൻ എങ്ങനെയാ ദിവസങ്ങളൊക്കെ കടന്നു. ജീവിതം തിരിച്ചു പിടിച്ചോ? ഇല്ലല്ല, ജീവിതം പിടിച്ചു. എൻ്റെ പാർലർ തന്നെ നഷ്ടമായി. 2ാമതും തുടങ്ങി. അതും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് തണലുകാരാണ് തുടങ്ങി തന്നത്. എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. വാടക കൊടുക്കാനും എനിക്ക് പറ്റാതെ വന്നപ്പോഴാണ് പിന്നെ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലായിരുന്നു. 6 മാസം അവിടെ ഒരു ഡേ കെയറിലാണ് ഉണ്ടായത്. ഇപ്പോൾ 1 മാസമായിട്ട് ഇവിടെ നാട്ടിൽ. ഇപ്പോൾ മൊഴിയെടുക്കാനൊക്കെ വന്ന സമയത്ത് ലീവൊക്കെ എടുത്തപ്പോൾ അവർക്ക് അത്യാവശ്യം ആളുള്ള കാരണം അവർ വേറെ ആളെടുത്തു. ഇപ്പം ഞാൻ വീട്ടിലാണ്. ഇപ്പോൾ ജോലിയൊന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഷീല സണ്ണി പറയുന്നത് കേട്ടോ, അവരുടെ ഒരു വീട്ടമ്മയായിട്ട് ഒരു ബ്യൂട്ടി പാർലർ അവരുടെ കുടുംബം നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെ ആരും അങ്ങനെ അധികം സമൂഹത്തിൽ അറിയപ്പെടുകയൊന്നും ചെയ്യാത്ത ഒരു സ്ത്രീയെ ഒരു സുപ്രഭാതത്തിൽ മയക്കുമരുന്ന് കൈവച്ചതിൻ്റെ പേരിൽ പോലീസ് പിടിക്കുകയും പത്രങ്ങളിലെല്ലാം ആ ന്യൂസ് വരികയൊക്കെ ചെയ്യുമ്പോൾ ജയിലിലാകുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് വരുന്ന മാനസികമായ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. കാരണം ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ കൂടെ ഒരു സേഫായ രീതിക്ക് ജീവിച്ചു പോകുന്ന, പക്ഷേ എടുത്തെറിയുന്ന പോലെ എറിയുന്ന ജയിലിനുള്ളിലേക്കാണ്, അതും നിരപരാധി. എന്താണ് സ്റ്റാമ്പെന്ന് പോലും ഷീല സണ്ണിയുടെ നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു. അവർക്കറിയില്ല ആ സാധനം, അതൊക്കെ ഈ അടുത്ത് കണ്ട് ഈ MDMA സ്റ്റാമ്പൊക്കെ ഈ അടുത്ത് വന്നത് പോലെയാണ്. അത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. കൂടിയെന്നാൽ നമ്മളൊക്കെ കേൾക്കുന്ന കഞ്ചാവും മറ്റും അത്രയൊക്കെ ഉള്ളൂ സാധാരണ വീട്ടമ്മമാർ. അല്ലാതെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം നമുക്കറിയാം, കാരണം നമ്മൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടറിയാം. അപ്പോൾ അവരിതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ തനി കുറ്റവാളികൾ മാത്രം അല്ലേ ജയിലിൽ പോവുക. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ ജയിലിലാണ് കൊണ്ടിടുന്നെങ്കിലും ശരിക്കും ഈ പോക്കറ്റടിയും അതും ഇതുമൊക്കെ ആയിട്ടും ഭയങ്കര കുറ്റവാളികളായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലേക്ക് ഒന്നും അറിയാതിരിക്കുന്ന ഒരു വീട്ടമ്മ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഷീല സണ്ണിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്ന സാധനം ബാംഗ്ലൂരാണ് കിട്ടുന്നതെന്ന്. അപ്പോഴാണ് അവർ ചിന്തിച്ചത് ഈ സഹോദരി ബാംഗ്ലൂരാണല്ലോ ജോലി ചെയ്യുന്നത്, അവൾ ഇന്നലെ തലേദിവസം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. ഇപ്പം എന്താണ് മരുമകളുടെ ശത്രുതയ്ക്ക് പിന്നിൽ എന്ന് ഇപ്പോഴും അവർക്കറിയില്ലെന്ന് പറയുന്നുണ്ട്. അവർക്ക് ശത്രുത വേറെ ഒന്നുമല്ല, സാധാരണഗതിയിലും മരുമക്കൾ വന്നാൽ മകനെ കെട്ടിയവനെ പറിച്ചെറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കും. ഇതിപ്പോൾ ഇവിടെ അതുമല്ല. കാരണം ഈ പെണ്ണ് ഈ ഷീല സണ്ണി അവർ നേരെ ഇറ്റലിക്ക് പോകാൻ പോവുക. അപ്പോൾ ഈ മരുമോൾക്ക് ഫ്രീ ആകുന്ന, അപ്പോൾ അതുമല്ല അവളുടെ പ്രശ്നം. അവളുടെ പ്രശ്നം ഇവർ ഇറ്റലിക്ക് പോകുന്നതിൻ്റെ കേവലം തോന്നിയ ഒരു അസൂയാണ്. അല്ലേ ഇനി ഇവരെന്തേലും വന്നു കഴിഞ്ഞപ്പം പെരുമാറിയതോ അങ്ങനെ എന്തോ അവൾക്കൊരു അസൂയം കുശുമ്പോ. ഇപ്പോൾ അവൾ ദുബായിലാണെന്നാണ് പറയുന്നത്. ഇത് അന്വേഷിച്ച് ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്തത് ആ ഒരു വ്യക്തി മാത്രമാണ്. അവൾക്ക് കൂട്ടു നിന്നവരാണ് അവളുടെ സഹോദരിയും നാരായണദാസും എല്ലാവരും. അപ്പോൾ ശരിക്കും ശിക്ഷിക്കേണ്ട ആരെയാണെന്ന് ചോദിച്ചാൽ അവളെയും അവളുടെ കെട്ടിയോനെയും, അതായത് ഷീല സണ്ണിയുടെ മകനെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ശിക്ഷിക്കേണ്ടത്. എൻ്റെ മരുമോളാണെങ്കിൽ മകളെ മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത്. ഹോൾ ഇട്ടിട്ടാണ് ഈ മയക്കമരുന്ന് ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കമരുന്ന് ബിസിനസ്സുള്ള അവരോടൊക്കെ അവരുണ്ടല്ലോ പ്രതികൾ, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കിട്ടാനുള്ളത്, മരിച്ചെങ്കിൽ മതിയെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ചിലപ്പോൾ ഞാനൊരു ദുർബലയായ മനുഷ്യനാണെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മരിച്ചെങ്കിൽ ഇപ്പം ആർക്കും നഷ്ടമില്ല, എൻ്റെ മോൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. പിന്നെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാനിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാ ജീവിക്കാം? മകന് കൺവിൻസിങ് ആണ്. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു, പിന്നെ അവൻ അങ്ങ് മാറി. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയും അവർ കുടുംബമായിട്ട് നമ്മളാ കുറ്റപ്പെടുത്തണില്ല. ഈ ഷീല സണ്ണിയുടെ വീഡിയോ ഞാനിപ്പോൾ ആദ്യമല്ല ചെയ്യേ, 4 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു 3ാമത്തെ വീഡിയോ എങ്ങാണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നും എനിക്കൊന്നേ പറയാനുള്ളൂ, പല ഇൻ്റർവ്യൂവിലും ഇവരെപ്പോഴും ഇവരുടെ മകനെ സപ്പോർട്ട് ചെയ്യുക, വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയൊന്നുമല്ല, ഒത്തിരി ഇൻ്റർവ്യൂവിൻ്റെ അകത്തും ഇവരുടെ മകനെ കുറ്റക്കാരനാക്കാൻ ഇവർ സമ്മതിക്കത്തേ ഇല്ല. അങ്ങനെ ഇവരുടെ ഇൻ്റർവ്യൂ പോകുന്നത് അത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി പോരാടി ഒരു ഉരുക്ക് വനിത തന്നെയാണ്. ഒരു സിനിമ എടുക്കുക, ആ സിനിമ എടുത്താൽ ശരിക്കും ഒരു നന്നായി മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച നന്നായിട്ട് ഓടുന്ന ഒരു സിനിമ. അത്രയ്ക്ക് നല്ല അനുഭവം ഇവർക്കുണ്ടായി. ഇവരുടെ സാമ്പത്തികം മുഴുവൻ തകർന്നു. ബ്യൂട്ടി പാർലറിൽ നിന്ന് അവർ വാടകയ്ക്കായിരുന്നു, അവർ പറഞ്ഞു വിട്ടു. പിന്നെ ബന്ധുക്കാരും ഇവരെ മൈൻഡ് ചെയ്യില്ല, ഇവരോട് സംസാരിക്കില്ല. ഇവർ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് ശേഷവും സംസാരിക്കാത്ത ബന്ധുക്കാരും അയൽക്കാരും ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ അവർ ചെന്നൈ ഡേ കെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ട്. ഇപ്പോൾ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇപ്പോൾ പോലും അവരോട് സഹകരിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സിനിമ എടുത്താൽ ശരിക്കും നല്ല. പക്ഷേ ഈ വില്ലത്തിയായ മരുമോളെ ആരെ അഭിനയിച്ച് ഫലിപ്പിക്കുമെന്ന് അറിയാൻ പറ്റിയല്ല. അത്ര പിശാശല്ലേ ആ ഒരു സാധനം, സത്യം പറഞ്ഞാൽ പിശാശാന്ന് പറയാം. അപ്പോൾ പക്ഷേ എനിക്ക് ഇവരോടുള്ള എതിർപ്പ്, ഇവരെന്നും ഇവരുടെ സ്വന്തം മോനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക. മകനാണേലും മരുമോളാണേലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണ്ടേ. അതിൻ്റെ അകത്ത് ഈ മകൻ എന്നൊന്നും പറഞ്ഞിട്ട് എനിക്കുമൊക്കെ മകനുള്ള, പക്ഷേ തെറ്റ് ചെയ്താൽ തെറ്റാന്നേ. നമ്മൾ പിന്നെ മകനാണെന്നും പറഞ്ഞിപ്പോൾ അഫാൻ്റെ അമ്മ പറയുന്ന പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭാര്യ
സ്വന്തം അമ്മയുടെ ബാഗിൻ്റെ അകത്ത് തുളയിട്ട് സ്റ്റാമ്പ് വെച്ച് അവരെ ജയിലിൽ അടച്ചതാണെങ്കിൽ അവർക്ക് അപമാനം, അവരുടെ ഫാമിലി ഒക്കെ അപമാനം, അവൻ അന്തസ്സുള്ളവനാണെങ്കിൽ അത് മനസ്സിലായ നിമിഷം അവളെ അവളുടെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഡിവോഴ്സ് ആക്കണം ഒരു നിമിഷം. കാരണം അവൻ്റെ അമ്മയെ ഇവൾ കൊന്നു. ഷീല സണ്ണി എന്ന വ്യക്തിയെ ഇവൾ കൊന്നതിന് തുല്യമാണ്. അവർ ജീവിച്ചിരിക്കുന്ന ജീവശവം എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവൾ കൊന്ന പോലെ തന്നെ കരുതണം. സ്വന്തം അമ്മയുടെ കൊലപാതക ആരെങ്കിലും പിന്നെ കൂടെ താമസിച്ച് സ്നേഹിക്കുമോ? അവൻ ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ ഇവരെന്തിനാണ് ഈ ഷീല സണ്ണി സ്നേഹിച്ച് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്? അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് അത്ര നല്ല ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.